ഹായ് നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. IPL ഇന്ന് 2 മത്സരങ്ങളായിരുന്നു. ആദ്യം ഡൽഹിയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരമാണ് നടന്നത്. ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുന്നു. എന്നാൽ ഡൽഹി ജേക്ക് ഫ്രേസറിലൂടെ മികച്ചൊരു തുടക്കം നടത്തുകയാണ്. കുട്ടിന് അഭിഷേക് പോറലിന്റെ ഇന്നിംഗ്സും. ജേക്ക് ഫ്രേസർ 27 പന്തുകളിൽ 84 റൺസ് അടിച്ചെടുത്തു. ബാറ്റിംഗിന് ഡൽഹിയെ അയച്ച തീരുമാനം തെറ്റായി പോയി എന്ന് മുംബൈക്ക് തോന്നി തുടങ്ങി. ആ അവസരത്തിൽ അഭിഷേക് പോറലിന്റെ വിക്കറ്റ് വീഴുന്നു. മുംബൈക്ക് ആശ്വാസം. എന്നാൽ പിന്നെ വന്നത് ഷായ് ഹോപ്പാണ്. അദ്ദേഹം നേരിട്ട 17 പന്തിൽ നേടിയത് 41 റൺസ്. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 19 ബോളുകളിൽ 29 റൺസ് എടുത്തു. സ്റ്റബ്സ് 25 പന്തുകളിൽ 48 റൺസ് എടുത്തു. ഡൽഹിക്ക് മികച്ച ഒരു ടോട്ടൽ 257 എന്ന മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്താനായി. 258 എന്ന ടാർഗറ്റുമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന്റെ തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. 8 പന്തിൽ 8 റൺസുമായി രോഹിത് ശർമ്മ ഔട്ടാകുന്നു. 14 പന്തിൽ 20 റൺസുമായി ഇഷാൻ കിഷാൻ ഔട്ടാകുന്നു. പിന്നീട് വന്ന സൂര്യകുമാർ യാദവിനും നീണ്ടൊരു ഇന്നിംഗ്സ് കളിക്കാൻ കഴിഞ്ഞില്ല. 13 പന്തിൽ 26 റൺസ് എടുത്തെങ്കിലും അദ്ദേഹം ഔട്ടായി പോകുന്നു. മുംബൈ പ്രതിസന്ധിയിലേക്ക് വീഴുന്നു. 32 പന്തുകളിൽ 63 റൺസ് എടുത്ത തിലക് വർമ്മയാണ് മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ചത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ പാണ്ഡ്യ 24 പന്തിൽ 46 റൺസ് എടുത്തു. നല്ലൊരു പോരാട്ടം മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് 17 പന്തിൽ 37 റൺസ് എടുത്ത് ടിം ഡേവിഡ് ഒരു പോരാട്ടം നടത്തി നോക്കി. പക്ഷേ അതും ഫലവത്തായില്ല. മുംബൈ ഇന്ത്യൻസിന് 10 റൺസിന്റെ പരാജയം. ഈ പരാജയത്തോടെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിക്കുക എന്നത് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് മുന്നിലുള്ള ഏകമാർഗം.